അങ്ങനെ ജുറാസിക് വേൾഡ് റീബർത്തിന്റെ സെക്കൻഡ് ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു മ്യൂട്ടന്റ് ഡൈനോസർ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ആൾക്കാരൊക്കെ അതാണ് റൂമർ പറയുന്നത്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കഴിഞ്ഞ ട്രെയിലറിലെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജുറാസിക് പാർക്ക് നിർമ്മിച്ച ആ ഒരു സമയത്തിന് മുന്നേ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ഐലൻഡിലേക്കാണ് പോകുന്നത്. സ്കാർലറ്റ് ജോഹാൻസൺ ആണ്. ഒരു അടിപൊളി വൈബ് ട്രെയിലർ ആയിരുന്നു മുന്നത്തത്. അപ്പൊ ഇപ്രാവശ്യം കുറച്ചുകൂടെ റിവീൽ ചെയ്യുന്നതാണ് തോന്നുന്നത്. ഡൈനോസേഴ്സ് ഒക്കെ മ്യൂട്ടന്റ് ഡൈനോസറിനെ ഫുൾ ആയിട്ട് കാണിക്കുന്നൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും ട്രെയിലറിലേക്ക് പോവാം. പഴയ റിസർച്ച് ഫെസിലിറ്റിയാണ്. ഡീറക്സ് എന്നൊരു പേരുണ്ട്. ഡീറക്സ് അത്രയും ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. On the island we're headed to, 24 species have survived there alone. Theme park owners did experimental work. Leaving only the worst ones here. എനിക്ക് തോന്നുന്നു നേരത്തെ ഡൈനോസേഴ്സിന് ഒരുപാട് ഇന്ററാക്ഷൻസ് കൂടുതലാണ്. പോപ്പുലർ ആയിട്ട് Don't see that every day or ever. Let's go. If we get this DNA, millions of lives are saved. Maybe we should make this quick, huh? എന്തോ ഒരു മരുന്നുണ്ടാക്കാൻ പോണതാണെന്ന് തോന്നുന്നു. We put ourselves in a place where we don't belong. Survival is a long shot. That's kind of our specialty. She's scared. She's scared of. We're not gonna let you get hurt, okay? Then was a source. We found it? No, it found us. ട്രെയിലർ കൊള്ളാൻ കേട്ടോ. നല്ല ഡീസന്റ് ട്രെയിലർ. ഡൈനോസേഴ്സും മനുഷ്യന്മാരുമായിട്ട് ഒരുപാട് ഇന്ററാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അപ്പം ട്രെയിലറിൽ ഇത്രയും സീൻസ് കാണിക്കണമെങ്കിൽ സിനിമയിൽ അപ്പം നേരത്തെ ഉള്ള ജുറാസിക് വേൾഡ്, ജുറാസിക് പാർക്ക് സിനിമകളെക്കാളും സീക്വൻസുകൾ, ഡൈനോസേഴ്സ് ആയിട്ടുള്ള സീക്വൻസുകൾ ഇതിൽ കൂടുതലാണെന്നാണ് തോന്നുന്നത്. അത് എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. അടിപൊളി ഒരു തിയേറ്റർ, ഐമാക്സ് ഒക്കെ കാണും. ഇത് മിക്കവാറും ഐമാക്സ് ഫിലിംഡ് ആയിരിക്കും. അപ്പൊ ഐമാക്സ് തിയേറ്ററിലൊക്കെ വൻ സ്പെക്ടാക്കിൾ ആയിരിക്കും ഇതൊക്കെ. എന്തായാലും കൊള്ളാം. എന്തായാലും ഇത് വിഷ്വൽ ട്രീറ്റ് ആണ് കേട്ടോ. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്ന വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്ത്യാന ജോൺസ് ജേണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത് അങ്ങനെയൊക്കെ ഒരു മിസ്റ്റീരിയസ് ജേണി ഫിലിം ആവാനാണ് ചാൻസ്. ട്രെയിലർ കണ്ട് എനിക്ക് തോന്നിയത് ഇവരെന്തോ ഒരു മെഡിസിൻ ക്യൂർ ഉണ്ടാക്കാൻ വേണ്ടി ഡൈനോസേഴ്സിന്റെ എന്തോ DNA എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത്, സെർച്ച് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ അവിടെ എന്തായാലും ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പം ഈ സിനിമയിൽ പറയുന്ന പോലെ നേരത്തെ കണ്ടുള്ള ഡൈനോസേഴ്സ് പോലെ അല്ല, അതിനേക്കാളും വേർസ്റ്റ് ഓഫ് ദി വേർസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും അത്രയ്ക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും സീക്വൻസ് ഡൈനോസേഴ്സുമായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ സിനിമകളിലൊക്കെ ഒരു 30% ഡൈനോസേഴ്സ് ഇങ്ങനെ വരാറുള്ളൂ. ബാക്കിയെല്ലാം മനുഷ്യന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സീൻസ് ഒക്കെ ആയിരിക്കും, സംസാരമൊക്കെ ആയിരിക്കും. ഇതിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കുറച്ചിട്ട് കൂടുതൽ വിഷ്വൽ സ്പെക്ടാക്കിൾ കൊണ്ടുവരാനായിരിക്കും ശ്രമിച്ചത്. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് സമയം കളയണ്ട, വെറുതെ ലാഗ് അടിപ്പിക്കാൻ വേണ്ടി വേണ്ട, ഇത് തന്നെ നല്ലത്. എന്തായാലും കൊള്ളാം. എന്തായാലും വലുതായിട്ടൊന്നും കൂടുതലൊന്നും കാണിക്കാതെ കുറെ വിഷ്വൽസ് കാണിച്ചു തന്നു. പുതിയ ഒരു മ്യൂട്ടന്റ് ഡൈനോസർ, അതിൽ കണ്ട ഒരു റൗണ്ട്, ഒരു തലയിൽ ഒരു റൗണ്ട് സാധനം ഉള്ളത്, അതാണ് പുതിയ മ്യൂട്ടന്റ് ഡൈനോസർ. ഡീറക്സ് എന്നാണ് പേരിട്ടേക്കുന്നത്. അതിൽ റിസർച്ച് ഫെസിലിറ്റി ലാബിൽ ഡീറക്സ് എന്നൊരു കേജ് ഉണ്ടായിരുന്നു. അതിനകത്താണ് അത് ഉണ്ടായിരുന്നത്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ് പോകുമ്പോൾ അത് പുറത്തിറങ്ങി. പിന്നെ ഡസൺസ് ഓഫ് ഡൈനോസേഴ്സ് ഇവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഐലൻഡ് മിക്കവാറും ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ട്രയോളജി ആവാനാണ് ചാൻസ്. അപ്പൊ ഐലൻഡ് 3 സിനിമയിലായിട്ടായിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരുപാട് കാണിക്കാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ജൂലൈ 2 ജുറാസിക് വേൾഡ് റീബർത്ത് ഇറങ്ങുന്നത്. ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കും. പിന്നെ കഴിഞ്ഞ
പറയണില്ല, മിഷൻ ഇമ്പോസിബിൾ കാണാൻ വേണ്ടി പോയി IMAX-ൽ. അന്നുണ്ടായ സംഭവം ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് പറയാം. അന്നൊരു വേർസ്റ്റ് ഓഫ് ദ വേർസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. എന്നാലും ഒരു മൊണോപോളി വെച്ചിട്ടാണ് അമ്മ ഇത്രയും കാണിക്കുന്നത്. അത് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി കൊച്ചിയിൽ IMAX-ൽ എല്ലാം പോയി കാണാം. അപ്പോൾ എന്തായാലും ഈ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറഞ്ഞോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ദിസ് ഈസ് അനു.